ഞങ്ങൾ കാരണം ഇവിടെ വലിയൊരു ലൈൻ തന്നെ ഉണ്ടായിട്ടുണ്ട്. 24 കിലോമീറ്റേഴ്സ് ലോങ് ആണ്. അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ പൊസിറ്റാന കേവിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ 2 മണിക്കൂർ നേരത്തെ എത്തി. അതുകൊണ്ട് തന്നെ കേവിൻ്റെ അടുത്തുള്ള വിവേറിയം കൂടെ കവർ ചെയ്യാം എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഈ കാണുന്നതാണ് പ്ലിവ്ക റിവർ. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ഈ ഒരു സൊവനിയർ ഷോപ്പാണ്. ഇവിടെ ഇതേപോലത്തെ പോസ്റ്റ് കാർഡ്സും പിന്നെ സൊവനിയേഴ്സൊക്കെ നമുക്ക് കിട്ടും. പിന്നെ ഈ കാണുന്നതാണ് ബേബി ഡ്രാഗൺ. ലോകത്തിലെ സ്ലൊവേനിയയിലെ ഈ പൊസിറ്റാന കേവിൽ മാത്രമാണ് ഇതിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇപ്പം നമ്മൾ ഒരു എക്സിബിഷൻ സൈറ്റിലോട്ടാണ് പോകുന്നത്. ഈ കാണുന്നത് ബട്ടർഫ്ലൈ എക്സിബിഷനാണ്. ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ബട്ടർഫ്ലൈസിനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഒരുപാട് ഷേപ്പിലും ഡിഫറെൻറ്റ് കളേഴ്സിലും ഒക്കെയുള്ള ബട്ടർഫ്ലൈസ് ആണ്. രണ്ട് ഫ്ലോറുകളിലായിട്ടായിരുന്നു എക്സിബിഷൻ ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ ഇതേപോലത്തെ ബട്ടർഫ്ലൈ എക്സിബിഷനും സെക്കൻഡ് ഫ്ലോറിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്ന ആനിമൽസിൻ്റെയൊക്കെ ബോൺസും സ്കള്ളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു എക്സിബിഷനായിരുന്നു. ഈ കാണുന്നത് ജൈൻറ്റ് എൽക്കിൻ്റെ ഒരു സ്കള്ളാണ്. ഡിയർ ഫാമിലിയിൽ പെടുന്ന ഒരു സ്പീഷീസ് ആണിത്. മനുഷ്യന്റെ ഓരോരോ എങ്ങനെയാണ് മനുഷ്യൻ ഇവോൾവ് ചെയ്യുന്നത്. ബ്രെയിനിന്റെ സൈസ് ഉണ്ടോ? ഇതെല്ലാം എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ആനിമൽസ് ആണ്. അതിനെല്ലാം അവർ റീക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അവരത് റീക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നല്ല റിയൽ ആയിട്ട് തോന്നും. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് പൊസിറ്റാന കേവ് ഉണ്ടായത് എന്നുള്ളതിൻ്റെ ഹിസ്റ്ററി വീഡിയോ. അതാണ് കേട്ടോ നിങ്ങളിപ്പം കാണാൻ പോകുന്നത്. അത് മാറി ഇങ്ങനെ ഓരോ കാലഘട്ടം കഴിയുമ്പോഴത്തേനും വെള്ളം ഇറങ്ങി 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 ആ കേവ് ഇങ്ങനെ രൂപപ്പെട്ടു പോകുന്നത്. ഇത്രയും ചെറുതായത് ഇങ്ങനെ എത്ര വർഷം? 4000 വർഷം. ഇതുപോലത്തെ ചെറിയൊരു ട്രെയിനിലാണ് നമ്മളെ കേവിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളിപ്പം വിവേറിയത്തിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പൊസിറ്റാന കേവിൻ്റെ മാത്രം ടിക്കറ്റായിരുന്നു നമ്മൾ ഓൺലൈൻ എടുത്തിരുന്നത്. അതിനുശേഷം അത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തു, വിവേറിയം കൂടെ ആഡ് ചെയ്തു. സോ ഓൾ ടുഗദർ 6 പേർക്ക് ഏകദേശം 250 euros ആയി വിവേറിയം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട്. വിവേറിയത്തിൻ്റെ ടിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ബട്ടർഫ്ലൈ എക്സിബിഷൻ ഫ്രീ ഓഫ് കോസ്റ്റിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. പൊസിറ്റാന കേവിൻ്റെ അകത്ത് തന്നെ ഏകദേശം 150 സ്പീഷീസ് ഓഫ് ആനിമൽസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്പീഷീസിനെ നമുക്ക് ഈ വിവേറിയത്തിൽ കാണാൻ പറ്റും. ഈവൻ ബേബി ഡ്രാഗണെ നമുക്ക് നല്ല ക്ലോസ് ലുക്കിൽ വിവേറിയത്തിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും.
അതേപോലെ ഈ കേവിൻ്റെ അകത്ത് എപ്പോഴും 10 ഡിഗ്രിയാണ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ. ദാ ഈ കാണുന്നതാണ് കേട്ടോ ബേബി ഡ്രാഗൺ. ബേബി ഡ്രാഗണെ പറ്റിയിട്ടുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റും അതേപോലെ തന്നെ അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹിസ്റ്ററിയും എല്ലാം ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ പറയുന്നുണ്ട്. അതേപോലെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഈ പൊസിറ്റാന കേവിനെ പറ്റിയിട്ട് മാത്രം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു ബേബി ഡ്രാഗണിൻ്റെ ലൈഫ് സൈക്കിളാണ് കേട്ടോ നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. കേവിൻ്റെ അകത്ത് ബേബി ഡ്രാഗണെ മാത്രമല്ല കാണാൻ പറ്റുന്നത്, പൊസിറ്റാന കേവിൻ്റെ അകത്തുള്ള വേറെ ജീവജാലങ്ങളെ സെലക്റ്റഡ് ആയിട്ടുള്ളതിനെ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. വിവേറിയം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇപ്പം പൊസിറ്റാന കേവിൻ്റെ എൻട്രൻസിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ നമുക്ക് ടിക്കറ്റ് കാണിച്ച് അകത്തേക്ക് കയറാം. കേവ് ഏകദേശം 24 കിലോമീറ്റേഴ്സ് ലോങ് ആണ്. പക്ഷേ നമ്മൾക്ക് പബ്ലിക്കിന് ആക്സസിബിൾ ആയിട്ടുള്ളത് 5 കിലോമീറ്റേഴ്സ് ആണ്. അതിൽ 3.5 കിലോമീറ്റേഴ്സ് ട്രെയിനിലും ഒരു ചെറിയ ട്രെയിൻ ഉണ്ട്. ബാക്കിയുള്ള 1.5 കിലോമീറ്റർ നടന്നും വേണം നമുക്ക് ഈ കേവ് കാണാൻ. സോ നമ്മളിവിടെ ആദ്യം തന്നെ എത്തിയിട്ടുണ്ട്. നമ്മളിനി വെയിറ്റ് ചെയ്യണം. 4 മണിക്കാണ്. പിഫ്കാർ റിവർ കാരണമാണ് ഈ പൊസിറ്റാന കേവ് ഉണ്ടായത്, ആ കേവിൻ്റെ ആ സ്ട്രക്ചർ ഉണ്ടായത്. സോ റിവർ ആ സൈഡിൽ കൂടെ ഒഴുകുന്നത് കൊണ്ടാണ് ഈ ഒരു ടെമ്പറേച്ചർ 10 ഡിഗ്രിയിൽ തന്നെ നിൽക്കുന്നത്. ഞങ്ങൾ കാരണം ഇവിടെ വലിയൊരു ലൈൻ തന്നെ ഉണ്ടായിട്ടുണ്ട്. സോ വെയിറ്റ് ചെയ്യുന്നിരുന്ന സമയത്ത് ഞാൻ കുറച്ച് കാര്യങ്ങളിലൂടെ ഈ ബേബി ഡ്രാഗണെ പറ്റി പറയാം. സോ ഈ ബേബി ഡ്രാഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 വർഷത്തോളം അത് ജീവിക്കും. അപ്പോൾ ഈ 100 വർഷത്തോളം ജീവിക്കുന്നത് കൊണ്ട് തന്നെ അതിന് വേൾഡ് റെക്കോർഡും കിട്ടിയിട്ടുണ്ട്. ഈ വേൾഡ് റെക്കോർഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 വർഷത്തോളം ജീവിക്കുന്ന ആംഫിബിയൻ എന്നുള്ളതിനാണ്. അതേപോലെ തന്നെ ഈ ബേബി ഡ്രാഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വർഷം തൊട്ട് 10 വർഷം വരെ അതിന് ഫുഡില്ലാതെ ജീവിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതുവരെ അത് സൺലൈറ്റ് കണ്ടിട്ടില്ല. കേവിൻ്റെ അകത്തെ കൂടുതൽ വിശേഷങ്ങളും അതേപോലെ ബേബി ഡ്രാഗണിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സും ഹിസ്റ്ററിയും എല്ലാം നിങ്ങൾക്ക് ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം. സോ സ്റ്റേ ട്യൂൺ. അണ്ടിൽ ദെൻ ബൈ ബൈ.